ഇന്ന് പറയുന്നത് ചന്ദബർദ എഴുതിയ പൃഥ്വിരാജ് രാസോയിലെ രേവാതട്ട് എന്ന ഭാഗമാണ്. ആദ്യം നമുക്കിതിന്റെ കഥ നോക്കാം. पृथ्वीराज चौहान के सेनापति चामुंडा राय देवगिरी को जीतने के बाद कवियों ने पृथ्वीराज चौहान की कीर्ति का बखान किया. പൃഥ്വിരാജ് ചൗഹാന്റെ സേനാപതിയായ ചാമുണ്ഡ റായ് ദേവഗിരി യുദ്ധം ജയിച്ചു വന്നതിനു ശേഷം ദർബാറിലുണ്ടായിരുന്ന കവികളെല്ലാം പൃഥ്വിരാജ് ചൗഹാനെ പുകഴ്ത്തി പാടാനായിട്ട് തുടങ്ങി. एक दिन चामुंडा राय ने पृथ्वीराज से कहा कि रेवा नदी के तट पर ऐरावत हाथी के समा बहुत से हाथी पाए जाते हैं. ഒരിക്കല് ചാമുണ്ഡ റായ് പൃഥ്വിരാജ് ചൗഹാനോട് പറഞ്ഞു, രേവ നദി അതായത് നർമ്മദാ നദിയുടെ തീരത്ത് ഐരാവതത്തിന് തുല്യമായിട്ടുള്ള ആനകള് ഉണ്ടത്രേ. അതഹ ആ രേവ തട്ട് പർ ശിക്കാർ ഖേൽനെ ചലേ. അപ്പോ താങ്കൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അവിടേക്ക് വേട്ടയാടാൻ പോകാം. तभी पृथ्वीराज चौहान ने कवि चंद से पूछा कि ये देवताओं के वाहन पृथ्वी पर कैसे आ गए. ഈ സമയത്ത് പൃഥ്വിരാജ് ചൗഹാൻ കവി ചന്ദബർദായോട് ചോദിക്കും, ഈ ദേവതകളുടെ വാഹനമായിട്ടുള്ള ഈ ആന പൃഥ്വിയില് ഭൂമിയില് എങ്ങനെയാണ് വന്നതെന്ന്. कवि चंदबरदाई ने उत्तर दिया कि हे महाराज, हिमालय के पास एक बहुत बड़ा वटवृक्ष था. അപ്പോ കവി ചന്ദബർദായി ഉത്തരം നൽകും, മഹാരാജ്, ഹിമാലയത്തിനടുത്ത് ഒരു വലിയ വടവൃക്ഷമുണ്ടായിരുന്നു. ജോക്കി സവയോജൻ തക് ഫൈലാഥ, അത് വളരെ വലുതായിരുന്നു. ഏക് ദിൻ ഹാഥിയോं ने विचरण करते हुए उस वृक्ष की शाखाएं तोड़ी और ऋषि दीर्घतपा का आश्रम उजाड़ डाला. ഒരിക്കല് ഈ ആനകള് അതുവഴി സഞ്ചരിക്കെ ആ വൃക്ഷത്തിന്റെ ചില്ലകളെല്ലാം ഒടിക്കുകയും ഋഷിയായിട്ടുള്ള ദീർഘതപയുടെ ആശ്രമം നശിപ്പിക്കുകയും ചെയ്യും. इस बात से क्रोधित होकर ऋषि ने मदांध हाथियों को शाप दे दिया. ഈ കാരണത്താൽ ക്രോധിതനായിട്ടുള്ള ഋഷി ഈ ആനകൾക്ക് ശാപം നൽകും. इस कारण हाथी तब से गतिविहीन हो गए. ഇക്കാരണത്താൽ ആനകൾ അപ്പോൾ മുതല് അവർക്ക് സഞ്ചരിക്കാൻ പറ്റാതായി, പറക്കാൻ പറ്റാതെയായി. तब मनुष्यों ने उन्हें अपनी सवारी बना लिया. അപ്പോൾ മുതൽ മനുഷ്യർ ഇതിനെ തങ്ങളുടെ സവാരിക്കായി ഉപയോഗിക്കാൻ തുടങ്ങി. कवि चंद ने आगे बता कि अंगदेश के एक वन में लोहिताक्ष सरोवर पर उन शापित हाथियों का झुंड क्रीड़ा करता था. കവി ചന്ദ് പിന്നെയും തുടർന്നു, അംഗദേശിലെ ഒരു വനത്തില് ലോഹിതാക്ഷ സരോവറിന്റെ അടുത്ത് ഈ ശാപം കിട്ടിയ ആനകളുടെ കൂട്ടം ഉണ്ട്. ഉസേ വൻ മേം പാൽക്കാവ്യ ഋഷി രഹത്തെ ഥേ. ഇതേ വനത്തിലായിരുന്നു പാൽക്കാവ്യ ഋഷി ഉണ്ടായിരുന്നത്. ജിൻകി ഹാത്തിയോം സെ അത്യന്ത പ്രീതി ഥി. അദ്ദേഹത്തിന് ഈ ആനകളോട് വളരെ വലിയ സ്നേഹമായിരുന്നു. രാജ പൃഥ്വിരാജിനെ പൂച്ചാ കി ഹേ കവിരാജ്, ഉൻ ഋഷി കി ഹാത്തിയോം സെ ഇത്നി പ്രീതി കാ കാരൺ ക്യാ ഥാ. രാജാവായിട്ടുള്ള പൃഥ്വിരാജ് ചോദിച്ചു, ഹേ കവിരാജ്, ഈ ഋഷിക്ക് ഈ ആനകളോട് ഇത്രയ്ക്കും സ്നേഹമുണ്ടാവാൻ എന്താണ് കാരണം? कवि ने बताया कि एक बार ब्रह्मर्षि को घोर तपस्या में रत देखकर देवराज इंद्र डर गए और उनकी तपस्या को भंग करने के उद्देश्य से उन्होंने रंभा को ऋषि के पास भेजा. ഒരിക്കല് ബ്രഹ്മർഷി ഘോര തപസ്യയിലിരിക്കുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ദേവരാജായിട്ടുള്ള ഇന്ദ്രന് പേടിയാവുകയും ഈ തപസ്യക്ക് ഭംഗം വരുത്തുന്നതിന് വേണ്ടിയിട്ട് രംഭയെ അയക്കുകയും ചെയ്തു. ഋഷി ने क्रोधित होकर रंभा को हाथिनी होने का शाप दे दिया. ഋഷിക്ക് ക്രോധം വന്നിട്ട് രംഭയെ ആനയായി പോകട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. एक दिन सोते हुए एक मुनि का वीर्यपात हो गया जिसे हाथिनी ने खा लिया और പാൽക്കാവ്യ മുനി का जन्म हुआ. ഒരിക്കല് ഉറങ്ങിക്കൊണ്ട് കിടക്കവേ ഒരു മുനിയുടെ ഇജാക്കുലേഷൻ സംഭവിച്ചു. ഇത് ആ ഒരു ഹാഥിനി കഴിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പാൽക്കാവ്യ മുനി ജനിക്കുന്നത്. പാൽക്കാവ്യ മുനി ഇസി കാരൺ ഹാഥിയോം സെ പ്രീതി രക്തേ ഥേ. ഈ കാരണത്താലാണ് പാൽക്കാവ്യ മുനിക്ക് ഈ ആനകളോട് ഇത്രയ്ക്കും സ്നേഹം. പാൽക്കാവ്യ ഋഷി और वे शापित हाथी एक दूसरे से बड़ी प्रीति रखते थे. പാൽക്കാവ്യ ഋഷിയും ഈ ശാപം കിട്ടിയ ആനകളുമായിട്ട് ഒരുപാട് നല്ല ആത്മബന്ധത്തിലായിരുന്നു. एक दिन उस वन में राजा रोमपाद शिकार खेलने आया और हाथियों को പക്കഡ്കർ ചമ്പാപുരി ले गया. ഒരു ദിവസം ഈ വനത്തില് രാജാവായിട്ടുള്ള രോമപാദ് വേട്ടയാടുന്നതിന് വേണ്ടി വരികയും ഈ ആനകളെയെല്ലാം പിടിച്ചുകൊണ്ട് തന്റെ രാജ്യമായ ചമ്പാപുരിയിലേക്ക് പോവുകയും ചെയ്തു. ഹാത്തി പാൽക്കാവ്യ സെ ബിഛുഡ്നെ കെ കാരൺ ദുർബൽ ഹോത്തെ ചലേ ഗയേ. ഈ ആനകള് പാൽക്കാവ്യ മുനിയെ പിരിഞ്ഞതുകൊണ്ട് തന്നെ അവയെല്ലാം ദുർബലമാവാൻ തുടങ്ങി. ഉൻകെ ദീർഘകായ ശരീർ കുഷ്കായ് ഹോ ഗയേ
फिर പാൽക്കാവി ഋഷി വഹാമായെ और उनकी काफी സേവാ ശുശ്രൂഷ की. അവരുടെ നല്ല ശരീരം ഉണങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതറിഞ്ഞ പാൽക്കാവി ഋഷി അവിടെ വരികയും അവയെ ശുശ്രൂഷിക്കുകയും ചെയ്തു. കോമ്പൽ, പരാഗ്, പത്തെ, ഝാൽ, ശാഖായേം ആദി ഖിലാക്കർ ഋഷിനെ ഉനയും സ്വസ്ഥ കർ ദിയ. അപ്പോൾ ഈ കോമ്പലും പരാഗും പത്തയും ഛാലും ശാഖയും ചില്ലകളും എല്ലാം കൊടുത്തിട്ട് ഈ ഋഷി ഇവയെ നല്ല ആരോഗ്യമുള്ളതാക്കി തീർത്തു. ജിസ്സെ സബി ഹാത്തി പുനഃ ഹൃഷ്ടപൃഷ്ട ഹോഗയെ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ സേവാ ശുശ്രൂഷകൾ കൊണ്ട് ആനകൾ പിന്നെയും പഴയതുപോലെ ആയി. कभी चंद का हाथियों के विषय में यह वृत्तांत सुनकर राजा पृथ्वीराज को बड़ा हर्ष हुआ. तभी चामुंडराय ने पृथ्वीराज से कहा कि हे राजन, रेवा तट पर बड़े दांतों वाले हाथियों के साथ मार्ग में सिंह भी मिलेंगे. കവി ചന്ദബർദായി ആനകളെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ട് പൃഥ്വിരാജ് ചൗഹാന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു. ഈ സമയത്ത് ചാമുണ്ഡറായി പറഞ്ഞു, ഹേ മഹാരാജ്, താങ്കള് രേവാ തട്ടില് വലിയ കൊമ്പുകളുള്ള ആനകൾ മാത്രമല്ല ഉള്ളത്, പോകുന്ന വഴിക്ക് സിംഹങ്ങളും ഉണ്ട്. ആപ് ഉൻകാ ഭി ശിക്കാർ കർ സക്തേ ഹെ. താങ്കൾക്ക് വേണമെങ്കിൽ അവയെയും വേട്ടയാടാം. चामुंडराय ने आगे कहा कि वहां पहाड़ों और जलाशयों पर कस्तूरी मृग, कबूतर व अन्य पक्षी भी रहते हैं और दक्षिण दिशा का सौंदर्य तो और भी अवर्णनीय है. ചാമുണ്ഡറായി പിന്നെയും തുടർന്നു, അവിടെ പർവ്വതങ്ങളുണ്ട്, ജലാശയങ്ങളുണ്ട്, അവിടെയെല്ലാം കസ്തൂരി മൃഗങ്ങളും മാനുകളും പ്രാവുകളും മറ്റു പക്ഷികളും എല്ലാം ഉണ്ട്. മാത്രമല്ല ദക്ഷിണ ദിശയിലെ സൗന്ദര്യം എന്ന് പറയുന്നത് വർണ്ണിക്കാനാവാത്തതാണ്, അത്രയ്ക്കും മനോഹരമാണ്. यह सुनकर पृथ्वीराज ने सोचा कि मेरे वहां जाने से जयचंद को तो ईर्ष्या होगी, साथ ही സ്ഥാൻ ഭി രമണീക് ഹെ. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ ചിന്തിച്ചു, ഞാൻ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജയചന്ദിന് എന്നോട് ഈർഷ്യയാണ്. സാത്ത് ഹി സ്ഥാൻ ഭി രമണീക് ഹെ, പോരാത്തതിന് സ്ഥലവും മനോഹരമാണ്. അതഹ ചൗഹാൻ ने रेवा तट की ओर प्रस्थान कर दिया. അതുകൊണ്ട് തന്നെ അദ്ദേഹം രേവാ തട്ടിലേക്ക് പുറപ്പെട്ടു. वहां के सभी राजाओं ने पृथ्वीराज का स्वागत किया और पृथ्वीराज ने भी वहां खूब शिकार का आनंद लिया. അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ രാജാക്കന്മാരും പൃഥ്വിരാജിനെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹം അവിടെ നല്ല ആനന്ദത്തോടു കൂടി വേട്ടയാടുകയും ചെയ്തു. ഉസി സമയ ലാഹോർ കെ ഷാസ് ചന്ദപുണ്ടീർ ദാഹിം കാ പത്ര മില. ഈ സമയത്താണ് ലാഹോറിലെ ശാസകനായിട്ടുള്ള ചന്ദപുണ്ടീർ ദാഹിമിന്റെ ലെറ്റർ ലഭിക്കുന്നത്. ജിസ്മേ ലിഖാദാക്കി ഷഹബുദ്ദീൻ ഗോരി ने चौहान पर आक्रमण करने के लिए एक बड़ी सेना तैयार की है. അതിൽ എഴുതിയിരുന്ന എന്താന്ന് വെച്ചാൽ ഷഹബുദ്ദീൻ ഗോരി ചൗഹാന് മേല് ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ സേനയെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ്. ചന്ദപുണ്ടീർ കെ പത്ര കോ പഠ്കർ ചൗഹാൻ ലാഹോർ കി ഓർ ചൽ ദിയെ. ചന്ദപുണ്ടീറിന്റെ ഈ ഒരു ലെറ്റർ വായിച്ചിട്ട് ചൗഹാൻ എന്ത് ചെയ്തു, ലാഹോറിലേക്ക് പുറപ്പെട്ടു. पृथ्वीराज ने सभी सामंतों से मंत्रणा करके गौरी से युद्ध की घोषणा कर दी. പൃഥ്വിരാജ് ചൗഹാൻ എല്ലാ സാമന്തന്മാർക്കും യുദ്ധം നടക്കാൻ പോകുന്നതിനെ കുറിച്ചൊരു സൂചന കൊടുത്തു. चंदपुंडीर ने अपनी सेना को लाहौर में गौरी की सेना को रोकने के लिए सावधान कर दिया. ചന്ദപുണ്ടീർ തന്റെ സേനയെ ലാഹോറിൽ ഗോരിയുടെ സേനയെ തടയുന്നതിന് വേണ്ടിയിട്ട് അയച്ചു. ഗോരിനെ ചിനാബ് നദി കോ പാർ കിയ. ഗോരി ചിനാബ് നദി കടന്നു വന്നു. ജഹാ മുസ്ക മുകാബല ചന്ദപുണ്ടീർ സെ ഹുവ. അവിടെ ചന്ദപുണ്ടീറുമായിട്ട് ഏറ്റുമുട്ടി. ചന്ദപുണ്ടീറിനെ അപ്പിനെ 5 വീരോं के मरते ही ഗോരി के सामने ആത്മസമർപ്പൺ കർ ദിയ. ചന്ദപുണ്ടീർ തന്റെ സേനയിലെ 5 വീരന്മാർ മരിച്ചത് കാരണം ഗോരിക്ക് കീഴടങ്ങി. तभी चौहान के दूतों ने उसे बताया कि ततार मारूफ खान, गौरी का प्रधान सेनापति, लाहौर से केवल 5 कोस दूरी पर ही है. ഈ സമയത്ത് ചൗഹാന്റെ ദൂതന്മാര് അറിയിച്ചു, തത്താർ മാരൂഫ് ഖാൻ, അതായത് ഗോരിയുടെ പ്രധാന സേനാപതി ലാഹോറിൽ നിന്ന് കേവലം 5 കോസ് ദൂരത്തിൽ മാത്രമാണെന്ന് അറിയിച്ചു. യഹ് സുൻകർ പൃഥ്വിരാജിനെ ഗോരി കി സേന പർ ആക്രമൺ കർ ദിയ. ഇത് കേട്ടിട്ട് പൃഥ്വിരാജ് ചൗഹാൻ ഗോരിയുടെ സേനയുടെ മേല് ആക്രമണം നടത്തി. നഗാഡോം കെ ബജ്തേ ഹി ഹാഥിയോം കെ ഖണ്ഡ് ഖൻഖന ഗേ. ഇവിടെ പറയുന്നത് യുദ്ധത്തിന്റെ വർണ്ണനയാണ്. നഗാഡോം എന്ന് പറയുന്ന ഒരു വാദ്യോപകരണമാണ്. ഇതിന്റെ ശബ്ദം കേട്ടിട്ട് ആനകളുടെ ആ ഒരു കൂട്ടം ചിന്ന ഭിന്നമായി. ചൗഹാൻ കി സേന കെ ലോഹെ കെ ബാണോം കോ ദേക്കർ ഗോരി കി സേന ഖബരാ ഗയി. ചൗഹാന്റെ സേനയിലെ ലോഹം കൊണ്ടുള്ള ബാണങ്ങൾ കണ്ടിട്ട് ഗോരിയുടെ സേന പേടിച്ചുപോയി. ദോനോ മോർക്കി സേനയെ ഭിഡ് ഗയി. 2 സേനകളും തമ്മിൽ ഏറ്റുമുട്ടി.
चौहान पक्ष के साथ साथ ഗോരി പക്ഷ के भी अनेक वीर योद्धा मारे गए. ചൗഹാൻ പക്ഷത്തെയും ഗോരി പക്ഷത്തെയും വീരന്മാരായിട്ടുള്ള യോദ്ധാക്കളൊക്കെ മരിച്ചു. രാവർ, സംബർ സിംഗ്, സോളങ്കി മാധവറായി, ഗരുവ ഗോയിന്ദ്, പതംഗ് ജയസിംഹ്, ചന്ദപുണ്ടീർ, കൂരംഭ്, ആഹട്ട്, ലഖൻ, ലോഹാന ആദി ബഹുത് സെ വീർ മാരേ ഗയെ. ഇവരെല്ലാം മരിച്ച ആൾക്കാരാണ്. ആ ഒരു മരിച്ച വീരന്മാരുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4 दिन तक युद्ध निरंतर चलता रहा. 4 ദിവസം യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. 14 दिन चौहान के एक योद्धा गुज्जर ने गोरी को पकड़ लिया. 4ാമത്തെ ദിവസം ചൗഹാന്റെ ഒരു യോദ്ധാവായിട്ടുള്ള ഗുജ്ജർ ഗോരീനെ പിടിച്ചു. സുൽത്താൻ ഗോരി കോ ഹാത്തി പർ ബാന്ദ് കർ ദില്ലി ലേ ഗയാ. സുൽത്താൻ ഗോരീനെ പിടിച്ചിട്ട് ദില്ലിയിലേക്ക് കൊണ്ടുപോയി. വഹ 1 माह और 3 दिन പൃഥ്വിരാജ് की कैद में रहा. അദ്ദേഹം 1 മാസവും 3 ദിവസവും പൃഥ്വിരാജിന്റെ ജയിലിൽ കിടന്നു. शहाबुद्दीन के अमीरों ने पृथ्वीराज से गोरी को छोड़ने की विनती की और दंड स्वरूप 9000 घोड़े, 700 ऐराकी घोड़े, 8 सफेद हाथी, 20 डली हुई डालें, गजमुक्ता और अनेक माणिक दिए. ഷഹാബുദ്ദീന്റെ ആൾക്കാര് പൃഥ്വിരാജിനോട് അദ്ദേഹത്തെ വിടണമെന്ന്, ഗോരിയെ വിടണമെന്ന് അപേക്ഷിച്ചു. എന്നിട്ട് ഇതിന്റെ ഫൈൻ എന്ന രൂപത്തില് 1000 ഘോടെ കുതിരകളെയും പിന്നെ 700 ഐരാക്കി ഘോടെ, 8 സഫേദ് ഹാത്തി, 20 ഡലി ഹുയി ഡാലയും, ഗജമുക്ത, മാണിക്യങ്ങള്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തു. തത്പശ്ചാത് പൃഥ്വിരാജ് ചൗഹാൻ ने गोरी से संधि कर ली और पहीना ओढ़कर उसे उसके घर भेज दिया. അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ചൗഹാൻ ഗോരിയുമായിട്ട് ഒരു സന്ധിയിൽ എത്തുകയും അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. യഹി രേവാതട്ട് സർഗ് കി കഥ സമാപ്ത് ഹോ ജാതി ഹെ. ഇവിടെ രേവാതട്ടിന്റെ കഥ അവസാനിക്കുന്നു. ദേവഗിരി ജീത്തെ സുഭട്ട് ആയോ ചാമണ്ടറായി, ജയ ജയ നൃപ കീരതി സകൽ, കഹി കവിജൻ ഗായി, മിലട്ട് രാജ് പൃഥ്വിരാജ് സോം കഹി റാവ് ചാമണ്ട്, രേവാതട്ട് ജോ മൻ കരൗ തൗ വൻ അപുബ് ഗജ ചുണ്ട്. ദേവഗിരി ജീത്തെ സുബട്ട് ആയോ ചാമണ്ടറായി. ദേവഗിരി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിനെയാണ് സൂചിപ്പിച്ചേക്കുന്നത്. ജീത്തെ എന്ന് വെച്ചാൽ ജയിക്കുക, സുഭട്ട് എന്ന് വെച്ചാൽ യോദ്ധാവ്. ഇവിടെ ചാമണ്ടറായിനെയാണ് യോദ്ധാവ് എന്ന് പറഞ്ഞേക്കുന്നത്. ചാമണ്ടറായി പൃഥ്വിരാജ് ചൗഹാന്റെ സേനാപതിയാണ്. ദേവഗിരി ജയിച്ചതിന് ശേഷം ചാമണ്ടറായി തിരിച്ച് പൃഥ്വിരാജ് ചൗഹാന്റെ ദർബാറിലേക്ക് തിരിച്ചു വന്നു. ജയ ജയ നൃപ കീരതി സകൽ, കഹി കവിജൻ ഗായി. ജയ് ജയ് എന്ന് പറഞ്ഞിരിക്കുന്നത് രാജാവിനെ പുകഴ്ത്തുന്നതാണ്. നൃപ എന്ന് വെച്ചാൽ രാജാവ്, കിങ്. കീരതി എന്ന് വെച്ചാൽ കീർത്തി. സകൽ എന്ന് വെച്ചാൽ ടോട്ടൽ. കവിജൻ ഗായി, കവിജനങ്ങളെല്ലാവരും പാടി. അതായത് ചാമണ്ടറായി ദേവഗിരി ജയിച്ച് തിരിച്ച് ദർബാറിലേക്ക് വന്നപ്പോഴത്തേക്കും ദർബാറിലുണ്ടായിരുന്ന കവികളെല്ലാവരും രാജാവിനെ പുകഴ്ത്തി പാടി. രാജാവിനെ എന്ന് വെച്ചാൽ പൃഥ്വിരാജ് ചൗഹാനെ പുകഴ്ത്തി പാടി. മിലട്ട് രാജ് പൃഥ്വിരാജ് സോം കഹി റാവ് ചാമണ്ട്. കഹി റാവ് ചാമണ്ട് എന്ന് വെച്ചാൽ ചാമണ്ടറായി പറഞ്ഞു. മിലട്ട് രാജ് പൃഥ്വിരാജ് സോം. മിലട്ട് എന്ന് വെച്ചാൽ മിൽന, രാജ് പൃഥ്വിരാജ്. രാജാവായിട്ടുള്ള പൃഥ്വിരാജിനെ കണ്ടപ്പോഴത്തേക്കും ചാമണ്ടറായി പറഞ്ഞു, രേവാതട്ട് ജോ മൻ കരൗ തൗ വൻ അപുബ് ഗജ ചുണ്ട്. രേവാതട്ട് എന്ന് വെച്ചാൽ നർമ്മദാ നദിയുടെ തീരത്തിനെയാണ് രേവാതട്ട് എന്ന് പറയുന്നത്. താങ്കള് രേവാതട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ താങ്കൾക്ക് അപുബ് എന്ന് വെച്ചാൽ അപൂർവമായിട്ടുള്ള, ഗജ എന്ന് വെച്ചാൽ ആന, ചുണ്ട് എന്ന് വെച്ചാൽ കൂട്ടം. താങ്കൾ രേവാതട്ടിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ അപൂർവമായിട്ടുള്ള ആനക്കൂട്ടത്തെ കാണാൻ കഴിയും എന്ന് ചാമണ്ടറായി പറഞ്ഞു. ദേവഗിരി ജയിച്ച് ചാമണ്ടറായി ദർബാറിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കവിജനങ്ങളെല്ലാവരും രാജാവിന്റെ കീർത്തിയെ വാഴ്ത്തിപ്പാടി. ചാമണ്ടറായി പൃഥ്വിരാജ് ചൗഹാനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ വേട്ടയാടാനായി രേവാതട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അപൂർവമായിട്ടുള്ള ആനക്കൂട്ടത്തെ കാണാൻ കഴിയും. ഹിന്ദി മീനിങ് കൂടി നോക്കാം. श्रेष्ठवीर चामंड जब देवगिरी जीतकर आया तो दरबार के सभी कवियों ने पृथ्वीराज के यश का बखान किया. सेनापति चामंडराय जब पृथ्वीराज से मिले तो उनसे बोले कि यदि आप रेवा तट पर जाने की इच्छा करें तो वहां वन में अपूर्व हाथियों के झुंड मिलेंगे. बिंद ललाट प्रसेद करयो संगर गजराज औरा पदिधरी नाम दियो छडने सुरराजम
दानवदल तेहिं गंजी रंजी उमया उरंदर होई कृपाल हस्तिनी संग बगसी रजी सुंदर औलादि तासु तन आई कई रेवा तट वन बिछरिय सामंतनाद सो मिलत इश दाहिमय कथ उच्चरिय ബിന്ദ് ലലാട് പ്രസേദ് കരയോ ശങ്കർ ഗജരാജം. ബിന്ദ് എന്ന് വെച്ചാൽ തുള്ളി, ലലാട് എന്ന് വെച്ചാൽ മാഥ നെറ്റി, പ്രസേദ് എന്ന് വെച്ചാൽ അനുഗ്രഹിക്കുക. ശങ്കർ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ശിവനെയാണ്. അപ്പോൾ ഈ വരിയുടെ മീനിങ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശങ്കറിനെ अपने माथे के पसीने की बूंद से तिलक करके സാമാന്യ ഗജുക്കോ ഗജരാജ് ബനാ ദിയ. ശങ്കർ അതായത് ശിവൻ തൻ്റെ നെറ്റിയിലെ വിയർപ്പു തുള്ളിക്കൊണ്ട് സാധാരണയായിട്ടുള്ള ആനയ്ക്ക് തിലകം ചാർത്തി അതിനെ ഗജരാജനാക്കി. ഔര പതിധരിനാം ദിയൗ ചഠിനൈ സുരരാജം. സുരരാജം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ദ്രനെയാണ്. ചഠിനൈ എന്ന് വെച്ചാൽ സവാർ ഹോന, അതായത് സവാരി ചെയ്യുക. ഈ വരിയുടെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, उसका नाम ऐरावत रखकर इंद्र को सवारी करने के लिए दे दिया. ഈ തിലകം ചാർത്തി ഗജരാജനാക്കിയ ആനയ്ക്ക് ഐരാവതം എന്ന പേരു നൽകി ഇന്ദ്രന് സവാരിക്കായി നൽകി. ദാനവദല തേഹിം ഗഞ്ചി രഞ്ജി ഉമയ ഉർ അന്തർ. ദാനവെന്ന് വെച്ചാൽ രാക്ഷസന്മാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദളെന്ന് വെച്ചാൽ കൂട്ടം അല്ലെങ്കിൽ ടീം. രാക്ഷസന്മാരെയെല്ലാം ഈ ആന വധിച്ചു. ദാനവദല തേഹിം ഗഞ്ചി രഞ്ജിം ഉമയ ഉർ അന്തർ. ഉമയ എന്ന് വെച്ചാൽ പാർവതി. ഈ ആനകൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഉസ്നെ രാക്ഷസോ കാ നാശ് കിയ ഔർ പാർവതി കോ പ്രസന്ന കിയ. ഈ ആനകൾ രാക്ഷസന്മാരെ നശിപ്പിക്കുകയും ഇവരില് പാർവതി ഒരുപാട് പ്രസന്നവതിയാവുകയും ചെയ്തു. ഹോയി കൃപാൽ ഹസ്തിനി സംഗ് ബഗസി രജി സുന്ദർ. കൃപാൽ എന്ന് വെച്ചാൽ കൃപ, ഹസ്തിനി എന്ന് വെച്ചാൽ ഹാഥിനി, അതായത് പെണ്ണാനേനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആനയിൽ ഒരുപാട് പ്രസന്നവതിയായിട്ടുള്ള പാർവതി എന്ത് ചെയ്തു, ഇവരില് പ്രസാദിക്കുകയും ഈ ഒരു ആനയ്ക്ക് ഹാഥിനീനെ, അതായത് പെണ്ണാനയെ നൽകുകയും ചെയ്തു. പാർവതിനെ ഐരാവത് കോ ഏക് ഹാഥിനി പ്രദാൻ കി. ഔലാദി താസു തൻ ആയി കൈ രേവാ തട്ട് വന് ബിഛരി. ഔലാദി എന്ന് വെച്ചാൽ ചിൽഡ്രൻ, കുട്ടികൾ. ബിഛരി എന്ന് വെച്ചാൽ സെപ്പറേറ്റഡ്. ഈ വരിയുടെ മീനിങ് എന്താന്ന് വെച്ചാൽ, ഇനീം കെ മിലൻ സെ ഇൻകി സന്താനേം രേവാ തട്ട് പർ ഫൈൽ ഗയി. ഈ ആനകളുടെ കൂടിച്ചേരൽ കാരണം ഇവരുടെ സന്താനങ്ങള് രേവാതട്ടില് വ്യാപിക്കാനായിട്ട് തുടങ്ങി. സാമന്തനാഥ് സോ മിലത്തീഷ് ദാഹിമൈ കഥ ഉച്ചരി. ഇവിടെ സാമന്തനാഥ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ചൗഹാനെയാണ്. ചാമണ്ടറായിനെ ചൗഹാൻ സെ മിൽക്കർ ഇസ് കഥ കാ വർണ്ണൻ കിയ. ചാമണ്ടറായി ചൗഹാനെ കണ്ടിട്ട് ഈ കഥയെല്ലാം വിവരിച്ചു കൊടുക്കുകയാണ്. ഹേമാചൽ ഉപകണ്ഠ് ഏക് വടവൃക്ഷ ഉത്തംഗം സൗജോജൻ പരിമാൺ സാഷതസ് മതംഗം ബഹുരി ദുരത് മത് അന്ധഠാഹി മുനിവർ ആരാമം ദീർഘതപാരി ദേശി ശാബ് ദീനോ കുപിതാമം അംബർ വിഹാർ ഗതി മന്ദുഹുവ നർ ആരൂഢൻ സംഗ്രാഹിയ സംഭരി നരിന്ത് കവി ചന്ദ് കഹി സുർഗയിന്ത് ഇമ് ഭൂവി രഹിയ. ഈ വരികളിലൂടെ എങ്ങനെയാണ് ഈ ആനകളെല്ലാം ഭൂമിയിലേക്ക് എത്തിയതെന്നാണ് കവി ചന്ദബർദായി പൃഥ്വിരാജ് ചൗഹാനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഹേമാചൽ ഉപകണ്ഠ് ഏക് വടവൃക്ഷ ഉത്തംഗം. ഹേമാചൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയം. ഏക് വടവൃക്ഷ ഉത്തംഗം. വടവൃക്ഷം എന്ന് വെച്ചാൽ വൻമരം. ഹിമാലയത്തിനടുത്തായിട്ട് ഒരു വലിയ വടവൃക്ഷം ഉണ്ടായിരുന്നു. കവി ചന്ദബർദായി പറയുകയാണ്, ഹേ രാജൻ, ഹിമാലയ പർവ്വത് കെ നികട്ട് ഏക് ബഡാ ഊഞ്ചാ വടവൃക്ഷ ഥാ. ഹേ രാജാവേ, ഹിമാലയ പർവ്വതത്തിനടുത്തായിട്ട് ഒരു വലിയ വടവൃക്ഷം ഉണ്ടായിരുന്നു. സൗജോജൻ പരിമാൺ സാഷതസ് മതംഗം. ഇവിടെ സൗജോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അളവിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പരിമാൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ്. ആ മരം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിസ്താരത്തിലുള്ളതായിരുന്നു, വളരെ വലുതായിരുന്നു. സൗജോജൻ പരിമാൺ സാഷതസ് ഭഞ്ചി മതംഗം. അപ്പോൾ ഈ മരത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വളരെ വലിയ മരമായിരുന്നു. ഈ മരത്തിനെ ആനകൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചില്ലകളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. ബഹുത്വ ദുരത് മത് അന്ധഠാഹി മുനിവർ ആരാമം. ബഹുരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ
പിന്നെ ഈ ആനകൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ മദ് അന്ധ്, അതായത് മതാന്തരായിട്ടുള്ള മതാന്ത്, ഠാഹി എന്ന് വെച്ചാൽ ദേഷ്യം, ആരാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂന്തോട്ടം, ബഗീജ. പിന്നെ ഈ ആനകൾ എന്താണ് ചെയ്തത്? ആദ്യം ഈ മരത്തിന്റെ ചില്ലകളൊക്കെ ഈ ആനകൾ ഒടിച്ചു കളഞ്ഞു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതാന്തരായിട്ടുള്ള ആനകൾ ഒരു ആ മുനിയുടെ പേര് ദീർഘതപ എന്നാണ്, ആ മുനിയുടെ പൂന്തോട്ടമെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ദീർഘതപാരി ദേശി ശാപദീനോ കുപിതാമം. ഈ ദേഷ്യക്കാരനായിട്ടുള്ള ഈ ദീർഘതപ എന്ത് ചെയ്തു? ക്രോധിതനായിട്ടുള്ള ദീർഘതപ ഈ ആനകൾക്ക് ശാപം നൽകി. അംബർ വിഹാർ ഗതി മന്ദുഹുവ നർ ആരൂഢൻ സംഗ്രാഹീർ. അംബർ വിഹാർ ഗതി, അതായത് ഇവരുടെ ആകാശത്തിലൂടെ സഞ്ചരിക്കാനുള്ള ആ ഒരു കഴിവ്, മന്ദുഹുവ അത് ഇല്ലാതെയായി. ഈ ശാപം കിട്ടിയതിനു ശേഷം ഈ ആനകൾക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റാതെയായി. നർ ആരൂഢൻ സംഗ്രഹീർ. നർ എന്ന് വെച്ചാൽ മനുഷ്യൻ. അങ്ങനെ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന്റെ സവാരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. സംഭരി നരിന്ത് കവി ചന്ദ് കഹി സുർ ഗൈന്ത് ഇമ ഭൂവി രഹീർ. സംഭരി നരിന്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് സംഭൽ കെ രാജ, പൃഥ്വിരാജ് ചൗഹാനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ കവി ചന്ദബർദായി പറയാണ്, ഹേ സംഭൽ കെ രാജാവേ, അങ്ങനെയാണ് ഈ ദേവതകളുടെ വാഹനമായ ഈ ആനകള് നമ്മുടെ ഭൂമിയിൽ വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഹിന്ദി മീനിങ് നോക്കിക്കഴിഞ്ഞാല്, ഹേ രാജൻ, हिमालय पर्वत के निकट एक बड़ा ऊंचा वड का वृक्ष था। वह 100 योजन तक फैला हुआ था। पहले तो इन हाथियों ने उस वृक्ष की शाखाएं तोड़ी और फिर मद से अंधे इन हाथियों ने दीर्घतपा ऋषि का बगीचा उजाड़ डाला, जिस कारण मुनिवर ने क्रोधित होकर उन्हें शाप दे दिया। शाप के कारण उनकी आकाशगामी चाल मंद हो गई और मनुष्यों ने अपनी सवारी के उसका संग्रह कर लिया। कवि चंद कहते हैं कि संभल के राजा पृथ्वीराज इस तरह देवताओं के वाहन ये हाथी पृथ्वी पर रह गए। कोंबर पराग पत्रम छालम डालम फलम कंदम फल्ली कलिदई जरियम कुंजर कരി ധൂലയം തനം. ഈ വരികളുടെ മീനിങ് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് സന്ദർഭം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, രേവാതട്ട് സർഗത്തിന്റെ കഥ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും പാൽക്കാവ്യ ഋഷിയെക്കുറിച്ചും ചമ്പാപുരിയിലെ രാജാവായിട്ടുള്ള രോമപാദിനെ കുറിച്ചിട്ടൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശാപം കിട്ടിയ ആനകളും പാൽക്കാവ്യ ഋഷിയുമായിട്ട് നല്ല സമ്പർക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ഒരിക്കല് ഈ വനത്തില് ചമ്പാപുരിയിലെ രാജാവായിട്ടുള്ള രോമപാദ് വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് വന്നു. ഈ സമയത്ത് അവിടെ കണ്ട ഈ ആനകളെയെല്ലാം അദ്ദേഹം പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം ഈ പാൽക്കാവ്യ മുനിയെ പിരിഞ്ഞത് കൊണ്ട് തന്നെ ആനകള് ദുർബലരാവാൻ തുടങ്ങി. അതിന്റെ ശരീരമൊക്കെ ദുർബലമായി പോകാനായിട്ട് തുടങ്ങി. ഇതറിഞ്ഞ പാൽക്കാവ്യ മുനി ചമ്പാപുരിയിൽ പോയിട്ട് ആനകളെ ശുശ്രൂഷിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം കുറേ ഇലകളും കായ്കളും ചില്ലകളും എല്ലാം ഈ ആനയ്ക്ക് കൊടുത്തു. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോംബർ പരാഗ് പത്രം ഛാലം ഡാലം ഫലം കന്ദം. കോംബർ എന്ന് വെച്ചാൽ മൊട്ടല്ലെങ്കിൽ തളിര്, പരാഗ് എന്ന് വെച്ചാൽ പോളൻ, പത്രം എന്ന് വെച്ചാൽ ഇല പത്ത, ഛാലം എന്ന് വെച്ചാൽ പോളകള്, ഡാലം എന്ന് വെച്ചാൽ ചില്ലകള്, ഫലം എന്ന് വെച്ചാൽ ഫലങ്ങള്, കന്ദം എന്ന് വെച്ചാൽ കിഴങ്ങുവർഗ്ഗങ്ങള്, ഫല്ലി കലി ദൈ ജരിയം കുഞ്ചർ കരി ധൂലയം തനം. ഫല്ലി എന്ന് വെച്ചാൽ പയറുവർഗ്ഗങ്ങൾ, കലി എന്ന് വെച്ചാൽ മൊട്ടുകള്, ജരിയം എന്ന് വെച്ചാൽ ഹെർബ്സ് സസ്യങ്ങള്, കുഞ്ചർ എന്ന് വെച്ചാൽ ഹാഥി ആന, ധൂലയം എന്ന് വെച്ചാൽ സ്തൂൽ, തൻ എന്ന് വെച്ചാൽ ശരീർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാൽക്കാവ്യ മുനി ചമ്പാപുരിയില് പോയി ആനകളെയെല്ലാം ശുശ്രൂഷിച്ചു. അതിനായിട്ട് മൊട്ടുകളും തളിരുകളും ഇലകളും പോളകളും ചില്ലകളും ഫലങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും പയറുകളും എല്ലാം ഈ ആനയ്ക്ക് നൽകി അതിൻ്റെ മെലിഞ്ഞു പോയ ശരീരം പിന്നെയും നല്ല ആരോഗ്യമുള്ളതാക്കി തീർത്തു. ഇതിൻ്റെ ഹിന്ദി മീനിങ് കൂടി നമുക്കൊന്ന് നോക്കാം. चंपापुरी के राजा रोमपाद हाथियों को पकड़कर ले गए, जिसके बाद वे पालकाव्य ऋषि के वियोग में दुर्बल हो गए। पालकाव्य ऋषि चंपापुरी पहुंचे और उन्होंने दुर्बल हाथियों को कोंबलेम, पराग, पत्ते, छालेम, डालियाम, फल फूल, कंद, फलियाम, कलियाम तथा जड़ी बूटी खिलाकर उनके शरीर को फिर से हृष्ट पुष्ट बना दिया.